പഞ്ചാരിയുടെ ഉത്ഭവം തന്നെ നമ്മുടെ ഈ പെരുമലം ഗ്രാമത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ഒരു സന്തോഷകരമായ കാര്യമാണ്. ഒരു കാലത്ത് ഇവിടെ ഈ പടഹാദ്യോത്സവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പടഹാദ്യോത്സവത്തിന് സാധാരണ അകത്ത് നിന്ന് ചെമ്പട കൊട്ടി പുറത്തേക്ക് എഴുന്നേറ്റ് നടവഴിയിൽ ചെന്നൊരു പാണ്ടിക്കുറ്റ, ആ പാണ്ടിക്കുട്ടിയെ അകത്തേക്ക് കിടക്കുക, അത് കഴിഞ്ഞാൽ അകത്തേക്ക് കിടന്നാൽ പൂരം കഴിഞ്ഞു. ഇങ്ങനെയാണ് പഴയ കാലത്തെ പടഹാദ്യോത്സവം എന്ന് പറഞ്ഞ നടന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലഘട്ടം കഴിയുമ്പോ ധ്വജാതി ഉത്സവം, നമ്മുടെ ഈ പൂരം ജാതിയുള്ള ഉത്സവം, അതായത് ഒരു കൊടിമരം കുഴിച്ചിട്ട് ഒരു ഉത്സവം കൊടിയേറലാണ്. അതിൽ തന്ത്രമന്ത്രങ്ങളൊന്നുമില്ല, വെറുതെ ഒരു കൊടിമരം കൊണ്ട് കുഴിച്ചിടും ഒരാൾക്കാർ കൂടി. അത് ആ ധ്വജാതി ഉത്സവമാണ് നമ്മുടെ പൂരം. ഈ ആറാട്ടുപുഴ പൂരം, വിഷുപൂരം, ഇതൊക്കെ ധ്വജാതി ഉത്സവങ്ങളാണ്. ആ ധ്വജാതി ഉത്സവങ്ങൾ തുടങ്ങിയപ്പോ ഈ പാണ്ടി മാത്രം വിട്ട എന്നുള്ളത് അതൊരു ഒരു പോരായ്മയായിട്ട് തോന്നി പലർക്കും. അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാർക്ക്, അതായത് ഈ കലകളെ പറ്റി സ്നേഹിക്കുന്ന ആൾക്കാർക്കും വിവരമുള്ളവർക്കും ഇത് പോരാ, പാണ്ടി പോരാ, വേറൊരു കലാരൂപം ഉണ്ടാവണം എന്ന് ചിലർക്ക് തോന്നി. അപ്പോ അതിനെപ്പറ്റി കുറെ വിവരമുള്ള ആൾക്കാര്, മഴമംഗലത്ത് നമ്പൂരി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ മേളത്തിനെ പറ്റിയൊക്കെ വളരെയധികം ഭ്രമമുള്ള ആളും അതിനെപ്പറ്റി വളരെ ആൾക്കാരായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അങ്ങനെ ഒരു കാലഘട്ടം. അന്ന് ഈ ഊരകത്തമ്മയുടെ ക്ഷേത്രത്തില് 3 മാരാന്മാരായിരുന്നു അടിയന്തരക്കാര്. അതിൽ ഒരാള് പണ്ടാരത്തിൽ രാമമാരാര് എന്നൊരാളായിരുന്നു. ഈ രാമമാരാരും ഈ മഴമംഗലത്ത് തിരുമേനിയും കൂടി ഈ പഞ്ചാരി എന്ന ഒരു മേള കലാരൂപം സംവിധാനം ചെയ്ത് അത് പെരുവരത്ത് നടവഴിയിലെ അമ്മ തിരുവടിയുടെ പൂരത്തിനാണ് ആദ്യമായിട്ട് ഈ പണ്ടാരത്തിൽ രാമമാരാരെ അവതരിപ്പിച്ചത് എന്നാണ് കേട്ടുകേൾവി. പെരുവനം. പൂരവനം എന്ന വാക്കിൽ നിന്നാണ് പെരുവനം ഉണ്ടായത് എന്ന് ചരിത്രം. ഓരോ മണൽത്തരിയിലും പ്രകൃതിയുടെ താളസംഹിതകളെ ആവാഹനം ചെയ്ത പുണ്യഭൂമി. ദേവദേവനായ ഇരട്ടയപ്പനാണ് ഈ ഗ്രാമത്തിന്റെ അധിപൻ. കൊടുങ്ങല്ലൂർ ഉഴത്ത് ശാസ്താവും എടത്തിരുത്തി അയ്യപ്പൻകാവ് ശാസ്താവും അകമല ശാസ്താവും കുതിരാൻമല ശാസ്താവും അതിരുകൾക്ക് കാവൽ നിൽക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന വേദാധിഷ്ഠിതമായ 64 പ്രാചീന ഗ്രാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയാർന്ന ഗ്രാമസങ്കേതം പെരുവനം.
ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി ഇങ്ങനെയാണ്. മലയാളികളുടെ പൊതുസഭയായിരുന്ന തിരുനാവായ യോഗത്തിന്റെ അമരക്കാരായിരുന്നു പെരുവനക്കാർ എന്ന് പറയപ്പെടുന്നു. പ്രസിദ്ധമായ തൃക്കണാമതിലകം യോഗവും പെരുവനം ഗ്രാമസങ്കേതത്തിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. ഇരിങ്ങാലക്കുട, അവിട്ടത്തൂർ, തൃശ്ശൂർ ഗ്രാമങ്ങൾ പെരുവനത്തിന്റെ ഉപഗ്രാമങ്ങളായിരുന്നുവത്രേ. വേദ പൈതൃകത്തിന്റെ ചരിത്രത്തിൽ പെരുവനത്തിന് അവകാശപ്പെടാൻ ഏറെയുണ്ടെങ്കിലും രാഷ്ട്രീയ ബൗദ്ധിക സാഹചര്യങ്ങൾ ബ്രാഹ്മണ്യത്തിന്റെ മേൽക്കോയ്മയിൽ നടത്തിയ ഇടപെടലുകളിൽ പഴയ പെരുവനം ഗ്രാമത്തിന്റെ പ്രൗഢി പെരുവനം മഹാദേവ ക്ഷേത്രത്തിനും ചുറ്റുമുള്ള ചെറിയ പ്രദേശങ്ങളിലുമായി ഒതുങ്ങി നിന്നു. ഇവിടെ പക്ഷേ പെരുവനം എന്ന പദത്തെ അതിന്റെ ഗരിമയോടും തനിമയോടും കൂടി കാത്തുസൂക്ഷിക്കുവാൻ പ്രാപ്തമായ ഒരു ബ്രാഹ്മണ്യേതര സംസ്കാരം ഉയർക്കൊണ്ടിരുന്നു. ആയിരത്തി 400 വർഷത്തിനു മേലെ അതിപ്രശസ്തിയാർന്ന അമൂല്യ പൈതൃകത്തിന്റെ ആറാട്ടുപുഴ പെരുവനം പൂരത്തിന്റെ ഖ്യാതി വാനോളമുയർത്തിയ മേള സംസ്കാരം. പെരുവനം ക്ഷേത്രത്തിന്റെ വിസ്തൃതമായ നടവഴിയിൽ ഉയർക്കൊണ്ട മേള സംസ്കൃതിയുടെ പ്രതാപം, അതിന്റെ ഗരിമ പഴയ പെരുവനം ഗ്രാമത്തിന്റെ യശസ്സിനോളം വരും. ഒരു പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഉയരത്തിൽ. പെരുവനം എന്ന് പറഞ്ഞാൽ വൈദിക സംസ്കാരത്തിൻ്റെ കേന്ദ്ര, പ്രത്യേകിച്ച് യജുർവേദം. ഓത്തൂട്ട് പ്രധാനം. ഓത്തൂട്ട് എന്ന് പറഞ്ഞാൽ വേദഘോഷ. ഉരുകഴിക്കലാണ്. ചങ്ങത, കൊട്ട്, പദം ഇങ്ങനെ 3 തരത്തിലുള്ള ഉരുകഴിക്കല. ചങ്ങത 4 വരും ആകെ, കൊട്ട് 4 വരും, പദം 6 വരും. അപ്പം അങ്ങനെ 6 4 10 4 14 ചങ്ങതയും പദവും കുത്തുമായിട്ട് വരും. പെരുവനത്തിൻ്റെ മേള പാരമ്പര്യം പെരുവനം ക്ഷേത്ര സങ്കേതവും പെരുവനം ആറാട്ടുപുഴ പൂരവും പെരുവനം ഗ്രാമോത്സവവും ബന്ധിച്ച് കിടക്കുന്നതാണ് പെരുവനത്തിൻ്റെ മേള സംസ്കാരം. ഈ മേളം പാരമ്പര്യം പെരുവനത്ത് ഉണ്ടായതിൻ്റെ മുഖ്യ കാരണം ഈ പൂരസംസ്കാരം തന്നെയാണ്. വേദസംസ്കാരം, ക്ഷേത്ര സംസ്കാരം, പൂരസംസ്കാരം, അതിലൂടെ രൂപപ്പെട്ടതാണ് ഈ മേള സംസ്കാരം പെരുവനത്ത്. ഇത് കാലാകാലങ്ങളായി പഴയ തലമുറയിലെ പെരുവനം ശങ്കുണ്ണിമാരാർ അതിശ്രേഷ്ഠനായ മേളവിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം പെരുവനം രാമമാരാർ, അതിനുശേഷം പെരുവനം നാരായണമാരാർ, പെരുവനം അപ്പുമാരാർ, അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായവർ പെരുവനത്ത്. അതുപോലെ തന്നെ മറ്റ് മാരാർ കുടുംബങ്ങളിൽ കുമരപുരം കുഞ്ഞികൃഷ്ണമാരാർ, കുമരപുരം നാരായണമാരാർ തുടങ്ങിയ പ്രഗത്ഭർ, ചക്കംകുളങ്ങര ശങ്കുണ്ണിമാരാർ, ചക്കംകുളങ്ങര അപ്പുമാരാർ തുടങ്ങിയവർ, തൃപ്പേക്കുളം ഗോവിന്ദമാരാർ, തൃപ്പേക്കുളം അച്യുതമാരാർ തുടങ്ങിയ പ്രഗത്ഭർ, കുറുപ്പത്ത് നാണുമാരാർ, കുറുപ്പത്ത് ഈശ്വരന്മാരാർ തുടങ്ങിയവർ, കാരക്കാട്ട് ഈശ്വരന്മാരാർ, കാച്ചാങ്കുറിച്ചി കണ്ണൻ മുതലായ കലാകാരന്മാർ, പരിയാരത്ത് കുഞ്ഞന്മാരെ, മാക്കോത്ത് നാണുമാർ, അങ്ങനെ മേളരംഗത്തെ പ്രഗത്ഭരായ കലാകാരന്മാർ മുഴുവൻ മേളത്തിൽ മാറ്റുരച്ച സ്ഥലമാണ് പെരുവനം നടവഴി. പഞ്ചാരി മേളത്തിൻ്റെ ഉത്ഭവം പെരുവനം നടവഴിയിലാണ്.
സതീശൻ മാരാർ, നമസ്കാരം. നമസ്കാരം. ഈ 18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്നാണ് പ്രയോഗം. കാരണം അത്രയും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒന്നാണ് ചെണ്ടയുടെ ശബ്ദവും. അപ്പോൾ ആദ്യം ചെയ്ത ഒരു ചെണ്ടയിൽ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ആദ്യം നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ധാര, ശംഖാഭിഷേകം എന്നീ ചടങ്ങുകൾക്ക് വലന്തല കൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് വലന്തലേമ കൊട്ടിയിട്ടാണ് ചെണ്ടേമ തുടക്കം. അതെവിടെയായിരുന്നു? തിരുവനന്തപുരത്തിൽ ഇരട്ടയപ്പൻ്റെ അമ്പലത്തിൽ. ഇരട്ടയപ്പൻ്റെ അമ്പലം. അതോടൊപ്പം തന്നെ ഈ അമ്മാവന്മാരെയും അച്ഛനെയൊക്കെ സഹായിക്കാൻ വേണ്ടി മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമായിരുന്നു. പോവാറുണ്ട്. അതെവിടേക്കായിരുന്നു? അത് തൊട്ട് മേക്കാവ് ഭഗവതി ക്ഷേത്രം, തായകുളങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ചേർപ്പ് ഭഗവതി ക്ഷേത്രം, തിരുളക്കാവ് ശാസ്ത്ര ക്ഷേത്രം, കോമറഞ്ചിറ ഭഗവതി ക്ഷേത്രം, ഇങ്ങനെ നമ്മുടെ അടിയന്തര സ്ഥലങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ അതാണ് പാരമ്പര്യം. അച്ഛൻ്റെ അമ്മാവൻ്റെയും കൂടെ പോയി അവർ പറയുന്ന നമ്മുടെ അടിയന്തര കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഈ നമ്മുടെ തുടക്കം. അപ്പോൾ ഈ അരങ്ങേറ്റം എപ്പോഴായിരിക്കും? അരങ്ങേറ്റം 15 വയസ്സിലാണ്. അരങ്ങേറ്റം എവിടെയായിരുന്നു? തിരുളക്കാവിലെ ശാസ്ത്രക്ഷേത്രം. വിദ്യക്ക് ഹരിശ്രീ കുറിക്കാൻ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. അന്ന് ആരാ കൂടെ കൂട്ടിയിരുന്നത്? അന്ന് കൂടെ കൂട്ടിയിരുന്ന ജ്യേഷ്ഠന്മാരും ഹരിജൻ പ്രകാശ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുടുംബമായിട്ട് നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ആദ്യമായിട്ടുള്ള ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു തുടക്കല്ലേ. അപ്പോൾ ശാസ്താവിൻ്റെ മുമ്പിൽ തുടക്കം കുറിച്ചു. സതീശനെ കുട്ടിക്കാലം മുതൽ എനിക്ക് തന്ന പരിചയമാണ്. ഇന്ന് കാണുന്ന സതീശനല്ല. അന്ന് ഒരു വലിയ പേർത്തടിയനെ പോലുള്ളൊരു തടിയൻ. കുട്ടിക്കാലം അങ്ങനെയാണ്. എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും മൂലയിൽ ഇരുന്ന് ഇങ്ങനെ ആടുക. അത് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ അമ്മായി സതീശൻ്റെ വല്യമ്മ മടിയിലെടുത്ത് വെച്ച് വെറുതെ അവനിങ്ങനെ ആട്ടണം കാണാറുണ്ട്. അതൊരു രസമാണ്. എന്നാൽ സംസാരിക്കാറ് കഷ്ടിയാണ്. അതൊരു പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം മിണ്ടില്ലായിരിക്കുമോ എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. ഒരു 66-ലാണെന്ന് തോന്നുന്നു മുത്തമാൻ മാങ്ങോട്ട് ഉത്സവം കഴിഞ്ഞ് വന്ന് അകായിലിങ്ങനെ കിടക്കുക, കമന്ന് കിടക്കുക. ഇവൻ്റെ തടി കാരണം ആ കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. ഈ കാല് കഴപ്പ് മാറാൻ തടിയുള്ള ആളെ കയറ്റി വെച്ചപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആടുക. അതിങ്ങനെ കണ്ട നന്ന ഓർമ്മയുണ്ട് എനിക്ക്. പെരുവനം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു വനമുണ്ട്. വനത്തിൽ നിന്നും കേൾക്കുന്ന ഒന്നാണ് ഈ വലിയ ശബ്ദം. അവിടെ നിന്നാണ് ഈ പഞ്ചാരിമേളം എന്ന ഈ ഒരു കലാരൂപം, ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഈ കലാരൂപത്തിന്റെ പിറവി എന്ന് കേട്ടത്. എന്താണ് ഈ ഇതിന്റെ പിറവിയെ കുറിച്ചുള്ള സതീശന്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ താങ്കൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഉദ്ദേശം 500 വർഷത്തെ പഴക്കം പഞ്ചാരിമേളത്തിനുണ്ടെന്നാണ് കേട്ടുകേൾവി. ഈ പഞ്ചാരിമേളം ആദ്യമായിട്ട് അത് ചിട്ടപ്പെടുത്തി മഴമംഗലം നാരായണൻ നമ്പൂതിരി ചിട്ടപ്പെടുത്തി പണ്ടാരത്തിൽ രാമാറാരെ കൊണ്ട് ഊരത്തമ്പതിരുടെ മേളത്തിന് കൊട്ടിച്ചു. അവിടെ പെരുന്നടയിൽ കൊട്ടിച്ചു എന്നാണ് കേട്ടുകേൾവി. അച്ഛൻ്റെ മേളത്തിൻ്റെ പ്രത്യേകത? അച്ഛൻ്റെ മേളത്തിൻ്റെ പ്രത്യേകത അച്ഛൻ ശാസ്ത്രീയമായിട്ട് മേളം കൊണ്ടുള്ളൂ. എവിടെ കൊണ്ടുവച്ചാലും അച്ഛൻ്റെ ഒരു ആത്മവിശ്വാസം, അച്ഛൻ്റെ ഒരു കടമ. അച്ഛനെ എന്ത് പഠിപ്പിച്ചു അത് വൃത്തിയായിട്ട് ആസ്വാദകരെ അതിലേക്ക് കൊണ്ടുവരിക. അതാണ് അച്ഛൻ്റെ ശരി. അതെവിടെയും വിജയിച്ചിട്ടുള്ളൂ. കൂടാതെ ഒരു മാരാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് മാരാർക്കിൻ്റെ ഈ കലശക്കാര്യങ്ങളായാലും പാണിയുടെ കാര്യങ്ങളായാലും അഷ്ടപതി ആയാലും തിമലയിലായാലും ചെണ്ടയിലായാലും ഏത് ഇതിലായാലും ഒരു മാരാർക്ക് വേണ്ട എല്ലാ സിദ്ധികളും ലഭിച്ചിട്ടുള്ളൊരു കലാകാരനാണ് ഞങ്ങളുടെ അച്ഛൻ. ഓരോ മുറുകലിൻ്റെ കാര്യം പറയാറുണ്ട് അച്ഛൻ. നമ്മളൊരു കൊട്ടുകൊട്ടി ചുമരുമ്പോൾ തട്ടി തിരിച്ചു പറഞ്ഞൊരു സമയമുണ്ട്.
ആ ഒരു സ്പീഡേ മുറുകലിന് വരാൻ പാടുള്ളൂ. ഏത് കലയിലും അച്ഛൻ പറയാറുണ്ട്, വക്കത്ത് കൊട്ടുന്നത് വക്കത്ത് കൊട്ടണം. മേളത്തിന് ഒരു ചട്ടക്കൂടുണ്ട്. അത് പ്രമാണി ചെയ്യുന്നതും ഒരു അറ്റത്ത് 15ാമത്തെ ഉറുട്ടി കണ്ടക്കാരൻ ചെയ്യുന്ന ഒരേപോലെയാണ്. മേളത്തിനാണ് വ്യത്യാസം. ഇപ്പൊ തായമ്പയെ സംബന്ധിച്ച് പറഞ്ഞാൽ തായമ്പയ്ക്ക് ഒരു വ്യക്തിയുടെ പ്രകടന, മറ്റുള്ളവരൊക്കെ ആ വ്യക്തികളെ താളത്തിനുള്ളിൽ നിന്നുകൊണ്ട് വ്യക്തികളെ സഹായിക്കുക. ആര് കൊട്ടും മട്ടന്നൂർ ശങ്കരനൊക്കെ അദ്ദേഹത്തിന്റെ തായമ്പയ്ക്ക് സപ്പോർട്ടിങ്, ആ ചമ്പടോട്ടത്തിൽ അതിന് താളം പിടിച്ചു കൊടുക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, നന്നാക്കുക എന്നുള്ളതല്ല. അപ്പൊ അതിൽ വ്യക്തി കാണുന്നവരും മട്ടന്നൂർ ശങ്കരേട്ടൻ എന്താ ചെയ്യുന്നത് നോക്കുന്നുള്ളൂ. അപ്പൊ അത് വ്യക്തി പ്രാധാന്യം. അവിടെ എണ്ണങ്ങൾക്കും മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ അവതരിപ്പിക്കാം. അതാണ് ഈ മേളവും തായമ്പയായിട്ട് വ്യത്യാസം. മറ്റേത് വ്യക്തി പ്രകടനം. ഇത് ഒരു പ്രമാണിയെ 150 കലാകാരന്മാരുണ്ടെങ്കിൽ ഈ 150 കലാകാരന്മാരും പ്രമാണിയെ അനുസരിക്കുക. പ്രമാണി എന്ത് ചെയ്യുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുക. പഞ്ചാരിക്ക് 5 കാലമാണുള്ളത്. എന്താണ് ഈ 5 കാലം പഞ്ചാരി? ചെമ്പടയെ വട്ടത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 96 അക്ഷരത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് പഞ്ചാരി പതികാലം. അപ്പോൾ ഈ മേളം മനസ്സിലാക്കാൻ കണക്കും താളവും സംഗീതവും ഇത് 3 ഒത്തുചേർന്ന മേള ആസ്വദിക്കാം. ഈ 96 അക്ഷരത്തിലുള്ള അതിൻ്റെ പതികാലം ചെമ്പട, അതിൻ്റെ എത്ര ചെമ്പട വട്ടം, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു താളവട്ടം പൂർത്തിയാവുന്ന കൂട്ടിപ്പിടിക്കൽ, അങ്ങനെ അതിന് പല ഘടകങ്ങളുണ്ടായിരുന്നു. 96 അക്ഷരത്തിൽ അതിൻ്റെ പതികാലം കുട്ടിക്കഴിഞ്ഞാൽ നേരെ പകുതി അതിൻ്റെ 2ാമത്തെ കാലം, 48 അക്ഷരകാലം. അതിൻ്റെ നേർപകുതി 3ാമത്തെ കാലം, പിന്നെ അതിൻ്റെ നേർപകുതി 4ാമത്തെ കാലം, അതിൻ്റെ നേർപകുതി 5ാം കാലം. 6 അക്ഷരം. അതിൻ്റെ ഒരു എക്സാമ്പിൾ, പഞ്ചാരി 5ാം കാലം 5 അടി 6 അക്ഷരമാണ്. അച്ഛൻ പറയുന്നൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരണം. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട മേളങ്ങളിൽ പാണ്ടിയും പഞ്ചാരിയാണ്. പക്ഷേ ഈ പാണ്ടിയുടെയും പഞ്ചാരിയുടെയും സ്വഭാവങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് ഭയങ്കര ലളിതവും സംഗീതാത്മകവും വളരെ ലയമുള്ളതുമാണ് പഞ്ചാരി മേളം. നേരെ മറിച്ച് പാണ്ടിമേളത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഘടനയും അതിൻ്റെ ഭാവവും ഒരു ഔദ്രത കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പാണ്ടിമേളം അത് ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, കയ്യും കോലും കൊട്ടുമ്പോൾ ആ സ്ഥാനങ്ങളിൽ കൊട്ടുന്നതിൻ്റെ ഒരു പ്രാധാന്യം കൂടുതൽ വരുന്നത് പഞ്ചാരി മേളത്തിലാണ്. നേരെ മറിച്ച് പാണ്ടിമേളത്തിലാണെങ്കിൽ പാണ്ടിമേളത്തിന് ആ പാണ്ടിയുടെ ഘടന അനുസരിച്ച് പാണ്ടി ഇങ്ങനെ അതിൻ്റെ പല ഘട്ടങ്ങൾ പോകുമ്പോൾ ആ പാണ്ടിയുടെ രൂപം എങ്ങനെ വെച്ചാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം പോലെയാണ്. അപ്പോൾ അത് കൊട്ടും തോറും പാണ്ടിക്ക് കാലത്തിൻ്റെ മുറുക്കവും അതിൻ്റെ കൊട്ടിൻ്റെ കനവും വർദ്ധിക്കും. അതനുസരിച്ച് ഒരു ക്ഷേത്ര ഗോപുരത്തിൻ്റെ മാതൃകയിൽ വന്നങ്ങനെ അവസാനം ആ താഴേക്കുടത്തിൻ്റെ ആ രൂപത്തിലേക്ക് ഈ മേളത്തിനെ കൊണ്ടുവന്ന് അതിനെ പരിസമാപ്തിയിൽ എത്തിക്കുന്ന ഒരു ഘടനയാണ് പാണ്ടിമേളത്തിന്. എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ആയിക്കൊണ്ട് ആദ്യമൊക്കെയുള്ള ഒരു കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലളിതമായിട്ടുള്ള, അതായത് സംഗീതം, നൃത്തം, ഇതൊക്കെയാണ് സ്ത്രീകളുടേതായിട്ട് നീക്കി വെച്ചിരുന്ന ആദ്യകാലങ്ങൾക്ക് നീക്കി വെച്ചിരുന്ന കല. അതൊക്കെ ആയിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പഞ്ചാരി ഇരിക്കുന്നത്. പാണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ചടുല ഭാവമാണ് പാണ്ടിക്ക് തോന്നുന്നത്. ചക്കംകുളം ശാസ്താവൻ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പൂരക്കാലത്ത് പുണർദം വിളക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഈ പുണർദം വിളക്കിന് പഞ്ചാരി മേളമാണ് പഴയ കാലഘട്ടം തൊട്ട് തന്നെ ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. പഞ്ചാരി മേളത്തെക്കുറിച്ച് സൂചിക്കുമ്പോൾ ചക്കംകുളങ്ങര മാരാത്ത പ്രഗത്ഭരായിട്ടുള്ള ചെങ്കുണ്ണിമാരാർ, അതുപോലെ തന്നെ അപ്പുമാരാർ, ജീവിച്ചിരിക്കുന്ന അപ്പൂട്ടന്മാരാർ, നിരവധി പ്രഗത്ഭർ ആ മേളം വളരെ ഭംഗിയായി കൊണ്ടു നടന്ന ഒരു പേരും പ്രസിദ്ധിയുള്ള ഒരു മേളമാണ് ചക്കംകുളങ്ങര പുണർദം വിളക്കിൻ്റെ മേളം. അത് ചക്കംകുളങ്ങര അപ്പുമാരാരുടെ മകൻ സതീശൻ, തുടർന്ന് പ്രകാശൻ, ആ ഒരു പുതിയ തലമുറയിൽ ആ ഒരു ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള മേളം ഇന്ന് തുടർന്ന് നടത്തി കൊണ്ടുവരുന്നുണ്ട്.
സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ക്ലാസ്സിലിരിക്കുന്ന സ്വഭാവം കഷ്ടിയാണ്. പുറത്ത് കരയോഗ സ്കൂളിൽ ആണ് പഠിക്കാൻ പോയാറുടെ. അവിടെ നിന്ന് പലപ്പോഴും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും. എന്താ ചോദിച്ചാൽ ഒന്നുമില്ല, ക്ലാസ്സിൽ പോകണില്ല ചോദിച്ചാൽ അപ്പോൾ ക്ലാസ്സിൽ പോകും. സ്വസ്ഥമായിട്ട് ഇരിക്കുക, അങ്ങനെ ഒരു രീതിയല്ല. പഠിക്കുക എന്നുള്ളത് വിഷമം കൊണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വല്ല ആ പഠന രീതിയോട് വളരെ താല്പര്യമല്ല അന്ന് കണ്ടേക്കണേ. ഈ മിണ്ടാണ്ടിരിക്കുക, ആ മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും പതിവുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് പാടും, എവിടെയെങ്കിലും ചെന്നിരുന്ന് ഇങ്ങനെ പാടും, പാട്ട് പാടുക. അപ്പോൾ സതീശൻ കുട്ടിക്കാലം മുതൽ ഞാൻ പറഞ്ഞു ഒരു നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയാണ്. അത്തരം ആൾക്കാർ കലയിൽ ശ്രദ്ധിക്കുമ്പോൾ അതിനോട് കൂടുതൽ അടുക്കുകയും അതിനോടൊരു ഭക്തി ബഹുമാനം കൂടുതലുണ്ടായിരുന്നു. ആയിരത്തി 1975 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ആദ്യമായി ചെണ്ടമേളം, തായമ്പക, പഞ്ചവാദ്യം ഉൾപ്പെടുത്തി കേരള സർക്കാർ. അപ്പോൾ CNN സ്കൂളിൽ സതീശൻ അന്ന് 7ാം ക്ലാസ്സിലോ, ചേട്ടൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാംകുമാർ, ഇവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു മേളത്തിൻ്റെ ടീം, ചെണ്ടമേളം 7 പേര്, 2 പേര് ചേട്ടനനിയനും കൊട്ടാനും, അതിന് ഭാഗത്തിന് കുറച്ച് പേര് താളം പിടിക്കാനും കൊമ്പിനും കുഴലിനും എല്ലാം ഈ സമീപ പ്രദേശത്ത് നിന്ന് കുട്ടികളെ കണ്ടെത്തി എല്ലാം കലാകുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെ ചേർത്തുകൊണ്ട് ഒരു മേള ടീമുണ്ടാക്കി. കോഴിക്കോട് സാമൂതിരി സ്കൂളിൽ വെച്ചായിരുന്നു അന്ന് സ്റ്റേറ്റ് ഫെസ്റ്റിവല്. അന്ന് ചെണ്ടമേളത്തിന് ആദ്യത്തെ കൊല്ലം CNN സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സതീശനും സതീശൻ്റെ ചേട്ടൻ രാംകുമാറും കൂടിയ ടീമിനാണ്. പെരുവനം എന്ന് കേട്ടാൽ മേളങ്ങളുടെ നാട്. മേളങ്ങളുടെ മഹാപൈതൃകം ഇവിടെ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ ഓർമ്മയിൽപ്പെട്ടിടത്തോളം ഇവിടെ പൊട്ടിത്തെളിഞ്ഞവരാണ് കേരളത്തിൽ ഇന്ന് പ്രഗത്ഭരായവരും മൺമറഞ്ഞു പോയവരുമായ എല്ലാ ആചാര്യന്മാരും. ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞൊരു 50 വർഷത്തെ ഒരു ചരിത്രം നോക്കുമ്പോൾ അതിൽ ആരിൽ നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങുക? ആരായിരിക്കും ആ കാലത്ത് ആചാര്യൻ? തൃപ്പകളച്ചന്മാരുണ്ട്. പക്ഷേ അച്ഛൻ്റെ പേരാണെങ്കിൽ ആദ്യം മനസ്സിലായി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചക്കംകുളം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ? തലൂർ. അപ്പൊ അത് നിങ്ങളുടെ മരുമക്കത്തായ ഇതനുസരിച്ച് ഇത് അമ്മയുടെ നമ്മുടെ ബട്ട് ഇപ്പൊ ഞാൻ അത് നേരത്തെ പറഞ്ഞ ഈ ചേർപ്പ് ഗതിയുടെ പഞ്ചാരി മേളത്തിന്റെ പ്രമാണം പെരുവത്ത് മാറാത്ത അത് മരുമക്കത്തായ അത് അങ്ങനെ വരുന്നതാണ്. അത് പെരുവനം അപ്പുമാരാർ വരെ ശരിക്കും കറക്റ്റായിട്ട് പിന്തുടർന്നു പെരുവനം മാരാർ. പിന്നെ അതിനുശേഷം ഈ അപ്പുമാരാർ അനിയന്മാരാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രമാണിയായി. അച്ഛനോടൊപ്പം എത്ര ഉത്സവങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട്? ഞാൻ വളരെ കാലം, എൻ്റെ കുട്ടിക്കാലം തൊട്ട് 85 വയസ്സിലാണ് അച്ഛൻ്റെ ഭരണം. അദ്ദേഹം ഒരു 80-82 വയസ്സ് വരെ നല്ലോണം സജീവമായിട്ടുണ്ട്. 80 വയസ്സ് വരെ സജീവമായിട്ടുണ്ട്.
എന്നിട്ടും അദ്ദേഹം കൂടൽമാണിക്യ ഉത്സവം, ചക്കമുളകര വിളക്ക്, തൊട്ടിപ്പാളി പൂരത്തിനൊക്കെ അവശനായിട്ടും അദ്ദേഹം പഞ്ചാരി തുടങ്ങി വയ്ക്കാൻ വന്നത്. അപ്പോൾ മെയിൻ മേളപ്രാധാന്യമുള്ള തരങ്ങളിലൊക്കെ അച്ഛൻ 82 വയസ്സ് വരെയൊക്കെ ഏകദേശം ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന പൂമാരാരുടെ കൂടെ നടന്ന ഓർമ്മ, ആ പരിചയം, അതാണ് നമുക്ക് ഇവരെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവരോട് കാണാനുള്ളത്. ചക്കംകുളം പൂമാരാരായിട്ട് അന്നമതയുടെ ചേർന്ന് നടന്ന ആ പരിചയം കൂടി എൻ്റെ മുമ്പിലേക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നാൾ ചെണ്ട കൊട്ടി നടക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. കാരണം ഈ പ്രാദേശികമായിട്ട് നടക്കുന്നതാണ് പറ. ആ പറയ്ക്ക് ഞങ്ങൾ കൊമറഞ്ചിറ പറയ്ക്ക് അനവധി കാലം ഈ സതീശൻ്റെ അച്ഛൻ പൂമാരാരുടെ കൂടെ ഒട്ടനവധി ദിക്കിൽ ചെണ്ടക്കാരനായിട്ട് നടക്കാനുള്ള അവസരം കിട്ടി. അന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിലും കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ 8 വയസ്സ് മുതൽ കൊണ്ട് ഈ പാനപ്രയോഗത്തിൽ നടന്നു തുടങ്ങി. അന്ന് മുതൽക്ക് തിരുവനന്തപുരമാരായിട്ടുള്ള അടുപ്പവും അവിടുന്ന് നാരമാരായിട്ടുള്ള അവിടെ നിന്നുള്ള ബന്ധങ്ങളും അത് ഇതുവരെ നടന്നു വന്നിട്ടുണ്ട്. ചക്കാവിലപ്പുറക്ക് ഞാൻ 9 വയസ്സിൽ വന്ന കഴിഞ്ഞതാണ്. ഇന്ന് 84 വയസ്സ് കഴിഞ്ഞു. അന്ന് മുതൽക്കൊണ്ട് തിരുവനന്തപുരമാരുടെ യോഗ്യതയെപ്പറ്റി നല്ലോണം അറിയും. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പറക്കി നടക്കുന്ന കാലഘട്ടം അടിയന്തരമാരാറാണ്. അദ്ദേഹം ചെണ്ട കൊട്ടുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടിയന്തരമാരാറ് ഇടങ്ങാഴി നെല്ലിൻ്റെ എടുക്കുന്നൊരു ചടങ്ങുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടം മാറി. അന്ന് ഞാനായിരുന്നു അദ്ദേഹത്തിനെ സഹായിക്കാൻ ഇടങ്ങാഴി നെല്ലെടുക്കാൻ. എനിക്ക് നല്ലൊരു അനുഭവമാണ്. ഇദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ ഇദ്ദേഹം ഈ പറക്ക്, ഈ വർഷം പരമാവധി ഈ പറക്ക് തിരക്ക് കാരണം അദ്ദേഹത്തിന് പറക്ക് വരാൻ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം ഈ മേക്കാവ് പറക്ക് വന്ന് പങ്കെടുക്കലും ഒരു 10,000 ചില്ലാനും പറ 24 ദിവസം നടന്ന് ഇതിനൊപ്പം പങ്കെടുക്കലും സഹകരിക്കും. പെരുവനം സതീശന്മാരൻ എന്ന് പറയുന്ന ഈ മേളകലാകാരൻ പ്രമാണിയായിട്ടുള്ള പ്രധാനപ്പെട്ട പൂരങ്ങൾ ഏതൊക്കെയാണ്? കൊമറഞ്ചിറ ഭരണിക്ക് അന്ന് പെരുവനം അപ്പുമാരാർ, അതായത് എൻ്റെ അമ്മാവൻ വർഷങ്ങളായിട്ട് അവിടുത്തെ അടിയന്തര ചുമതലകളും ഭരണിയുടെ മേളപ്രമാണം ചുമതലകളായിട്ട് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കൊമറഞ്ചിറയ്ക്ക് ഭരണിക്ക് പോയി തുടങ്ങി. ഭരണിയാണ് കുംഭാസിലെ ഭരണി. അപ്പം അങ്ങനെ നിരവധി വർഷങ്ങൾ ഇങ്ങനെ ഭരണി നടന്നുകൊണ്ടിരിക്കില്ല. ഒരു വർഷം അപ്പോൾ അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം വയ്യ. അപ്പം എന്നോട് ഒരു അവസാനത്തെ കൊല്ലം എന്നോട് പറഞ്ഞു, സതീശ നീ ഒരു കാര്യം ചെയ്യും, അടുത്ത വർഷം തൊട്ട് ഞാൻ ഭരണിക്ക് വരില്ല, എനിക്ക് വയ്യ, അതുകൊണ്ട് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുക, ഭരണിക്ക് വേണം പഞ്ചവാദ്യം ചുമതല നടത്തുക, ഭരണിക്ക് നീ എന്നെ പ്രമാണം കൊട്ടിയാൽ മതി, കാരണം നിനക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. കാർളം ശ്രീ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഊരായ്മ അവകാശം ചിറ്റൂർമന കുടുംബക്കാർക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭരണി മാത്രമല്ല, നിത്യദാന പല ചടങ്ങുകളിൽ ഒഴിച്ച് അതിന് പുറമെ കൊല്ലത്തിൽ 2 തവണ നമ്മൾ പറയോഗം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഇവിടെ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ 2 കാലഘട്ടങ്ങളിലായിട്ട് 2 തവണയായിട്ട് കൊല്ലത്തിൽ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പറ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന, അതിൻ്റെ അടിയന്തരവും അല്ലെങ്കിൽ ഇതെല്ലാം നടത്തിപ്പോരുന്നത് പെരുവനം ഇപ്പോഴത്തെ സതീശന്മാരാണ്. അടിയന്തരം ചക്കംകുളങ്ങര മാരാത്തുകയായിരുന്നു. അപ്പോൾ ചങ്കുനിമാരാരും ഉപ്പുമാരാരും അതിന് ശേഷം ഇപ്പോൾ അവർക്ക് കാലശേഷം ഇപ്പോൾ സതീശന്മാരെ ഏൽപ്പിച്ചു. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ഇവിടുത്തെ കാലത്തെ മേളം, പഞ്ചാരി മേളം വളരെ പ്രധാനമാണ്. കൂടമണിക്കത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മേളത്തിനാണ് ഏറ്റവും പ്രധാനം. മറ്റേ സതീശന്മാരെ പറ്റി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ അഹംഭാവം ഇല്ല. എവിടെ വെച്ച് ആര് വെച്ച് എങ്ങനെ വെച്ച് സംസാരിച്ചാലും തിരിച്ചും വളരെയധികം ഭംഗിയായിട്ട് സംസാരിക്കാം. ഈ ഹെൽബൈറ്റ് എന്ന് പറഞ്ഞ സാധനം ആൾക്കില്ല. അതാണ് ആളുടെ ഏറ്റവും വലിയ വീഴ്ചയുടെ ഏറ്റവും വലിയ ഭാഗം. അഹംഭാവം എന്ന് പറഞ്ഞ സാധനം ആളുടെ കൂടെ ഇല്ല. പിന്നീട്
വയലൂർ ഉത്സവകാലത്ത് അന്ന് അച്ഛൻ്റെ പ്രമാണം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അച്ഛൻ നിത്യം എല്ലാ വർഷവും ഉത്സവത്തിന് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊല്ലം ആ വർഷത്തിൽ എന്നോട് പറഞ്ഞു, ഇന്ന് നീ കൂട്ടിക്കോ വേണം, തിരുമേനിക്കാണ് ഒരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കൈമുക്ക് വൈദികന്മാരുടെ അമ്പലമാണ്. അങ്ങനെ പറഞ്ഞ ഒരു ദിവസം കാലത്ത് ശിവേലിക്ക് എന്നെ കൊണ്ട് വേണം കൂട്ടി ഒരു 1.5 മണിക്കൂർ പഞ്ചാരി വേളം. കരുണാംബ സമേത ലിംഗേശ്വരൻ കോവിൽ, ആ ലിംഗേശ്വരൻ കോവിലിലെ പൂജാരിമാർ, അവിടുത്തെ ചില ആരാധകന്മാർ, ഇവരൊക്കെ കൊല്ലം തോറും വയലൂർ സതീശൻ്റെ മേളം കേൾക്കാൻ വരുന്നുണ്ട്. അതുപോലെ മദ്രാസിൽ നിന്ന് വരുന്നുണ്ട്, വയലൂർ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ ഉണ്ടാവാൻ മതില്ലാന്നില്ല. ഏതായാലും വരുമ്പോൾ എന്നെ ഒന്ന് കാണാം, വയലൂർ പിന്നെ തൊഴിലായി ഒക്കെ ഉദ്ദേശം ഉണ്ടാവും, അതില്ലാന്ന് വെച്ച് ചെയ്യാം. അടുത്ത കാലത്ത് അതിൻ്റെ ഒരു വ്യാഴവട്ട കാലത്തിനപ്പുറം, 2 വ്യാഴവട്ടത്തിനപ്പുറം, 2 പോരാ, അതിൽ കൂടുതലായി എൻ്റെ അച്ഛൻ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് സതീശന്മാരാരുടെ അച്ഛൻ അപ്പുമാരാർ, അദ്ദേഹം ഇതിനോട് ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, അപ്പു ഇന്ന് നീയാണെന്ന് പ്രമാണം കൊട്ടുണ്ട്. അത് ശിരസ വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ മേളം കൊട്ടി വളരെ ഗംഭീരമായി, എല്ലാവർക്കും വളരെ തൃപ്തിയായി. അതിനുശേഷം അദ്ദേഹം തന്നെയായിരുന്നു ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ സതീശന്മാരാരാണ് ഇന്നിവിടെ മേളത്തിന് പ്രമാണം. സതീശൻ്റെയും പെരുവന കുട്ടന്മാരുടെയും കൂടെ പ്രധാനമായിട്ടും എല്ലാ മേളങ്ങൾക്കും ഒട്ടനവധി കാലങ്ങളായിട്ട് ഞാനും എൻ്റെ കൂടെ നടക്കുന്ന സഹവർത്തികളായ ശിഷ്യന്മാർ കൂടി എല്ലാ മേളങ്ങൾക്കും പിന്നെ പറയട്ടെ പൂർണ്ണമായിട്ട് സഹകരിച്ചു പോയിട്ടുണ്ട്. ഈ സഹകരണം അവർക്ക് എന്നോടും എനിക്ക് അവരോടും ഒരു കടപ്പെട്ട രീതിയിലാണ് ഞങ്ങളുടെ പെരുമാറ്റം. അപ്പുമാരാർ പയ്യൽക്കാവ് പൂരത്തിന് പ്രമാണം കൊട്ടാൻ വരുന്ന സമയത്ത് തന്നെ അങ്ങവരുടെ ഒപ്പം നിന്നത് ഊരകത്തെ അച്ചുമാരാർ, ഈ ചക്കംകുളയിലെ അപ്പുമാരാർ, എൻ്റെ ഒരു അമ്മാവുണ്ടായിരുന്നു പോറാത്തുമാരത് ശങ്കരമാരാർ, ആരുടെ ഒപ്പം നിന്ന് കൊട്ടിയിരുന്ന ആൾക്കാരാണ്. പോറാത്തുമാർ ശങ്കരമാരാർ മരിച്ചതിന് ശേഷം അപ്പുമാരാർക്കായിരുന്നു പ്രമാണം. കുറേ വർഷങ്ങളുണ്ടായി. അതിനുശേഷം അപ്പുമാരാർ മരിച്ചതിന് ശേഷം ഊരകത്ത് അച്ചുമാരാരായി. അച്ചുമാരാർ മരിച്ചതിന് ശേഷം അങ്ങോരുടെ ഇഷ്ടപ്രകാരമാണ് പെരുമനം ഈ സതീശന്മാരെ പ്രമാണം ഏൽപ്പിച്ചിട്ടുള്ളത്. 35ാമത്തെ വയസ്സിൽ ആദ്യമായി ഞാൻ കേരളത്തിലെ വലിയ മേളം എന്ന് തന്നെ പറയാം, ചാത്തക്കുടം ശാസ്താവിൻ്റെ പഞ്ചാരി മേളത്തിന് ചാത്തക്കുടത്ത് തിരുവാതിര പുറപ്പാടിനും പെരുവനം നടവഴിയിലും ആറാട്ടുവഴിയിലുമൊക്കെ പ്രമാണിയാകാൻ സാധിച്ചു. ചാത്തക്കുടം ശാസ്താവിൻ്റെ പഞ്ചാരി മേളത്തിന് പ്രമാണം കൊട്ടിയത് മുതൽ കേരളത്തിലെ ഇരിഞ്ഞാലക്കുട, തൃപ്പൂണിത്തുറ, തൃപ്രയാർ, ഗുരുവായൂർ, കൊടുന്തരപ്പള്ളി, കിഴക്കത്തൂർ പൂരം, നെന്മാറ വല്ലങ്ങിവേല തുടങ്ങിയ കേരളത്തിലെ എണ്ണപ്പെട്ട മേളങ്ങൾക്കൊക്കെ പ്രമാണിയാകാൻ സാധിച്ചു. എന്താണ് ഈ പ്രമാണി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രമാണി എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാദ്യകലയിലെ നമ്മുടെ പ്രാഗൽഭ്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ നമ്മളെ ഒരു പ്രമാണിയിട്ട് അവരോധിക്കുക. അതിനകത്ത് പ്രായം കൊണ്ടാണ്, പ്രായം വിഷയമല്ല. പ്രമാണത്തിൽ കഴിവാണ്, മികവാണ്. വാദ്യകലയുടെ മികവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ അത് വളരെയധികം എല്ലാ മേഖലയിലും പോലെ തന്നെ കഷ്ടപ്പാടുകളും എല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ട് വേണം ആ ഒരു സ്റ്റേജിലെത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ 2-3 വർഷമൊഴിച്ച് ബാക്കിയുള്ള 47ഓളം വർഷങ്ങൾ പെരുവനം തായ്വഴിക്കാരുടെ കൈവശമാണ് ചാത്തക്കുടത്തിൻ്റെ മേളപ്രമാണം ഒതുങ്ങി നിന്നത്. ഭദ്രമായിരുന്നു ഇത്രയും കാലം. അതിലാദ്യപടിയെന്നോണം ചക്കംകുളം അപ്പുമാരാർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ മേളത്തിൻ്റെ പ്രമാണം ഏറ്റെടുത്തത് ചാത്തക്കുടത്തിൻ്റെ മേളത്തിലൂടെയാണ്. ആ കൃത്യം അദ്ദേഹം 7-8 വർഷത്തോളം പാലിച്ചു. അതിനുശേഷം പെരുവനം അപ്പുമാരാർ കുറച്ചു കാലം, തുടർന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ആദ്യമായ പ്രമാണം കുറിച്ചത് ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ്. അതിനുശേഷമാണ് നവാഗതനായ
പെരുവനം സതീശൻ മാരാർ 1999 ചാത്തക്കുടത്തിൻ്റെ പ്രാമാണിത്വം ഏറ്റെടുത്തത്. ഈ 16 വർഷത്തിനുള്ളിൽ പെരുവനം സതീശൻ മാരാരെന്ന മേളവിദഗ്ധൻ കേരളത്തിൻ്റെ മേള ആസ്വാദകരുടെ കണ്ണിലുണ്ണിയായി മാറി. പെരുവനം ഗ്രാമക്ഷേത്രത്തിൽ 28 ദിവസത്തെ ഉത്സവം നടന്നിരുന്നു 1500 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ഗ്രാമക്ഷേത്രത്തിലെ ഉത്സവത്തിന് പെരുവനം ഗ്രാമത്തിൻ്റെ അതിർത്തികളിൽ, അതായത് ചാലക്കുടി മുതൽ വരന്തരപ്പള്ളി, നെട്ടിശ്ശേരി, മണ്ണുത്തി, അകമല്ല, തൃശ്ശൂർ ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് 108 ദേവീ ദേവന്മാരെ ഇവിടെ ഇരട്ടേപ്പനെ അകമ്പടി സേവിക്കാൻ എത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം. അത് ആ വേദപാരമ്പര്യത്തിൽ നടന്നിരുന്ന ഉത്സവം നിലച്ചു. അതിനുശേഷം അന്ന് നടന്നിരുന്ന ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്ന 24 ദേവീ ദേവന്മാർ ഇന്നും പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്നു. ഈ ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം ഈ മേള സംസ്കാരം ഇന്ന് നിൽക്കുകയാണ്. പെരുവനം പൂരത്തിനായാലും ആറാട്ടുപുഴ പൂരത്തിനായാലും പഞ്ചാരി മേളങ്ങളുടെ ഒരു ശൃംഖല നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ അനുബന്ധ പൂരങ്ങളിൽ, ചെറിയ ക്ഷേത്രങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിലും എല്ലാം മേളം ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. പെരുവനം നടവഴിയിലെ പഞ്ചാരി മേളം ആസ്വാദക ഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ്. പണ്ടും അതെ, ഇന്നും അതെ, നാളെയും അത് നിലനിൽക്കും. അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു ആസ്വാദനം വെച്ചിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പഞ്ചാരി മേളമായിട്ട് ഞാൻ കാണുന്നത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന തൊട്ടിപ്പാൾ ഭഗവതിയുടെ കാർത്തിക പുറപ്പാടിൻ്റെ പഞ്ചാരി മേളമാണ്. വേഗതയെ സ്നേഹിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പതിഞ്ഞ കാലത്തിൻ്റെ അല്ലെങ്കിൽ ചൗക്കതാളത്തിൻ്റെ ഭംഗി, അതിൻ്റെ ഭംഗിയും വശ്യതയും അറിയണമെങ്കിൽ കാർത്തിക പുറപ്പാടിന് തൊട്ടിപ്പാളെത്തണം. ഇതുപോലൊരു പതികാലം എനിക്ക് തോന്നുന്നത് പഞ്ചാരി മേളത്തിലെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈൽ എന്ന് പറയാം. അതുപോലൊരു പതികാലമാണ് തൊട്ടിപ്പാള് കാർത്തിക പുറപ്പാടിന് സതീശൻ അവിടെ കൊട്ടുന്നത്. ഇപ്പോൾ പതികാലം തീരുകലാശിക്കുമ്പോൾ വരെ 96 അക്ഷരവും നമുക്കതിന്ന് പറക്കിയെടുക്കാം. ചക്കംകുളം മരത്തെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ അടിയന്തരവും മേളവും ഇപ്പോൾ സതീശന്മാരാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അച്ഛൻ്റെയും അമ്മാവൻ്റെയും ആ പാത തന്നെ തുടർന്നുകൊണ്ട് ആ മേളത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ സുസ്ഥിരമാണ്. പൂരം എന്ന വിശേഷമുണ്ടായ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയാണ്. അപ്പോൾ അതിന് ദേവമേള എന്നാണ് പറയപ്പെടുന്നത്. ഈ ദേവമേള എന്ന് പറയുന്നത് ആറാട്ടുപുഴ ശാസ്താവ് എന്ന് പറയപ്പെടുന്നത് വസിഷ്ഠ സങ്കല്പമാണ്. ഈ വസിഷ്ഠ സങ്കല്പത്തിന് പറയപ്പെടുന്നത് ഉപദൈവങ്ങളില്ലാത്ത ഏക പ്രതിഷ്ഠ ലോകഗുരു എന്നാണ്. ഈ ആറാട്ടുപുഴ വസിഷ്ഠ സങ്കല്പമാണ്. തൃപ്രയാർ തേവർ വർഷത്തിലൊരിക്കൽ ഗുരുനാഥനെ കാണാൻ വരുന്നതാണ് ഈ പൂരം മഹോത്സവം. അതിന് ദേവമേള എന്നാണ് പറയുക. ഈ ദേവമേള തുടങ്ങിയിട്ട് 1400 ചില്ലറ വർഷമായി എന്ന് പറയുന്നു. അപ്പോൾ എനിക്കൊക്കെ ഈ പുണ്യഭൂമിയിൽ ജനിക്കാൻ പറ്റി. പെരുവനം ഗ്രാമവും പെരുവനം പെരുമയും നമ്മൾ ചെറുപ്പം മുതൽ അറിയാനും അവിടെയുള്ള ഗുരുക്കന്മാരുടെ വാദ്യമേളങ്ങൾ കേൾക്കുവാനും പഞ്ചാരി പാണ്ടി എന്നുള്ളതൊക്കെ പ്രശസ്തമായ രീതിയിൽ പെരുവനം ഗ്രാമത്തിൻ്റേതെന്ന് പറയുന്ന രീതിയിൽ കേൾക്കാനൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ്. അതിൽ ചക്കംകുളം അപ്പുമാരാരുടെ മകനായ സതീശൻ മാരാർ പ്രശസ്തനായ മേളക്കാരനാണ്. സതീശൻ്റെ ഒരു ആകാരവടിവ് അത് മേളത്തിന് വളരെ അനുയോജ്യമാണ്. സത്യത്തിൽ സതീശൻ ഒരു മേളത്തിന് നിന്ന് കഴിഞ്ഞാൽ മേളത്തിൻ്റെ സദസ്സ് നിറഞ്ഞ പോലെയാണ്. ആ ഉയരവും ആ കൈകളുടെ നീട്ടവും കൈകളുടെ ഒരു വഴങ്ങലും എല്ലാം അതിനനുയോജ്യമാണ് ഈ മേളത്തിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല മേളങ്ങളിലും സതീശൻ പ്രമാണിയായിട്ടും സഹപ്രമാണിയായിട്ടൊക്കെ മേളത്തിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ഇത് തലമുറകളിൽ നിന്നും തലമുറകളായിട്ട് ഈ മേളത്തിൽ പെരുവനത്തിൻ്റെ ഒരു പെരുമയുണ്ട്. ആ പെരുമ സതീശൻ്റെ കൈകളിൽ വളരെ ഭദ്രമാണ്. ഇപ്പോൾ മേളത്തിൻ്റെ ഒരു കാലമാണ്, കലാകാരന്മാരുടെ ഒരു കാലം. അത് ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് അവർ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സതീശൻ്റെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. പെരുവനത്തിൻ്റെ മേള പാരമ്പര്യം അത് തികച്ചും സതീശൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഈ വേളയിൽ ഊന്നി പറയാവുന്നതാണ്. കാരണം മേളത്തിൻ്റെ ഒരു ഘടന തന്നെ നോക്കിയാൽ മതി. സതീശൻ പങ്കെടുക്കുന്ന മേളങ്ങൾ ഇപ്പോൾ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരങ്ങൾ ഏകദേശമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1432 വർഷത്തെ പാരമ്പര്യമുണ്ട്. ആ മേളത്തിൻ്റെ പാണ്ടി ആയാലും പഞ്ചാരി കഴിഞ്ഞാലും അത് വളരെ പ്രാഗൽഭ്യമായ രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേളം ഒരു സംഘകലയാണ്. അതുകൊണ്ട് തന്നെ ഒരു മേളക്കാരന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് യോജിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്ന ആളെ അനുസരിച്ച് ഒപ്പം കൊട്ടുക എന്നുള്ളതാണ്. അത് ഏറ്റവും നന്നായി കണ്ടിരിക്കുന്നത് ഞാൻ മേളക്കാരിൽ സതീശനാണ്. ഏതാളുടെ കീഴിൽ കൊട്ടുമ്പോഴും ആര് നടുവിൽ നിന്നാലും സതീശൻ അവരെങ്ങനെ കൊട്ടുന്നുവോ അതിനനുസരിച്ച്, അവർ കൊട്ടുന്ന കാലത്തിനനുസരിച്ച്, അവരെ കാലം കയറ്റി കൊട്ടുകയാണെങ്കിൽ അതിനൊപ്പം, അവരെ കാലം പിന്നാക്കി ഇറക്കുകയാണെങ്കിൽ ഒപ്പം. അപ്പോൾ സതീശനുള്ള ഏറ്റവും വലിയ ഗുണം കണ്ടെങ്കിൽ സഹകരണം, നടുക്ക് നിൽക്കുന്ന ആളെ അനുസരിച്ച് ഒപ്പം കൊട്ടാനുള്ള കഴിവാണ്. പിന്നെ അദ്ദേഹം നടുക്ക് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലപ്രമാണം, അദ്ദേഹത്തിൻ്റെ ആ മേളം കൊണ്ടു നടക്കൽ, കൂടെ കൊട്ടുന്ന ആൾക്കാരെ എത്ര ചെറുപ്പക്കാർ എത്ര കഴിവ് കുറഞ്ഞവരായാലും അവരെല്ലാം വളരെ ഭംഗിയായി നിയന്ത്രിച്ച് ആ മേളം വേണ്ട വിധം കൊട്ടിക്കലാശിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. പെരുവനം സതീശന്മാരെ കുറിച്ചുള്ള എൻ്റെ അറിവുകൾ വളരെ കാലപ്പഴക്കമുള്ളതാണ്. പല്ലാവൂർ അപ്പുമാരാർ, സകല കലാവല്ലഭനായ പല്ലാവൂർ അപ്പുമാരാർ മേളപ്രമാണിയായിരുന്ന കാലത്ത് സതീശന്മാരാരുടെ പിതാവ് ചക്കംകുളം അപ്പുമാരാർ പെരുമനം അപ്പുമാരാരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്താണ് നമ്മുടെ സതീശന്മാരാർ പാറമേക്കാവ് മേളനിരയിലേക്ക് എത്തുന്നത്. ദേവസ്വത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് അപ്പുമാരാർ, ചക്കംകുളം അപ്പുമാരാർ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സതീശന്മാരെ പാറമേക്കാവിൻ്റെ മേളനിരയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. പ്രഗത്ഭന്മാരുടെ അവരുടെ പ്രവർത്തികൾ കണ്ട് മേളം നല്ല നിലയിൽ അഭ്യസിച്ചിട്ടുള്ള സതീശന്മാരാണ്. പെരുവനം കുട്ടനാണ് ഇപ്പോൾ ഞങ്ങളുടെ മേളപ്രമാണി. കഴിഞ്ഞ 35 വർഷമായി കുട്ടൻ ഞങ്ങളുടെ മേളനിരയിലുണ്ട്. 16 വർഷമായി പ്രമാണിയാണ്. ആ പ്രമാണി തന്നെ പറയുന്നു, അദ്ദേഹത്തിന് ശേഷം ആര് എന്ന് പറയുമ്പോൾ പെരുവനം സതീശന്മാരാർ എന്നാണ് കുട്ടൻ പറയുന്നത്. ഇതിന് പൂരം എന്നല്ല, മറ്റു പല കാര്യങ്ങളിലും ഇവിടെ ഈ കൊട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ എന്തൊരു പരിപാടി പാറമേക്കാവ് ദേവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ സതീശന്മാരാർ അതിന് മുൻപിൽ തന്നെയുണ്ട്. മേളം മാത്രമല്ല, സംഗീതവും ബന്ധപ്പെട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. മക്കൾ നന്നായി പാടുന്നു, സംഗീതത്തെ ഉപാസിക്കുന്ന കുട്ടികൾ, അദ്ദേഹത്തിന് സംഗീതമായിട്ട് ചെറുപ്പം മുതലുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ ജീനിൽ ഈ സംഗീത വിഷയവും കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാളിയ ഒരു 4-5 വർഷം മുമ്പ് 2010 കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാലത്താണ് സതീശന്മാരാർ ഉൾപ്പെടെയുള്ള മേളകലയുടെ കുലപതികളുമായി അടുത്ത് ബന്ധപ്പെടാൻ എനിക്ക് അവസരം ഉണ്ടായത്. ആ കാലത്ത് കേരളത്തിൻ്റെ കലാരംഗത്ത് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ വലിയ പ്രതിഭകളെ ഓർക്കുന്ന സ്മൃതി വന്ദനം എന്നൊരു പരിപാടി അന്ന് അക്കാദമി സംഘടിപ്പിക്കുകയുണ്ടായി. കലാമണ്ഡലം കൃഷ്ണനായർ ഉൾപ്പെടെയുള്ള വലിയ കുലപതികളെ ഓർത്തെടുക്കുന്ന വലിയ കലാസംഗമങ്ങളായി ആ പരിപാടികൾ മാറി. അതിൻ്റെ ഭാഗമായി ചക്കംകുളം അപ്പുമാരാരെ കുറിച്ച് ഒരു സ്മൃതി വന്ദനം അക്കാദമി സംഘടിപ്പിച്ചു.
ഈ ചക്കംകുളം അപ്പുമാരാർ സ്മൃതി ബന്ധനത്തിൻ്റെ ഭാഗമായി അക്കാഡമിയിൽ സതീശന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം അക്കാഡമിയുടെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവം ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ സതീശനും സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് ജീവിക്കാം എന്നോ ഇതുകൊണ്ട് പ്രശസ്തനാവാമെന്നോ ഒന്നും കരുതിയല്ല സതീശനെ പോലെ ഒരാൾ ഈ മേഖലയിൽ അപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഭക്ഷണം ഈ വഴിയിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു. അല്ലാണ്ട് ഇന്ന് വന്നിട്ടുള്ള ഈ സൗഭാഗ്യം, അതായത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വാദ്യകലാരംഗത്ത് എല്ലാവർക്കും അറിയാവുന്ന, സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ അറിയാവുന്ന ഒരു സതീശൻ അങ്ങനെ ആയിത്തീരും ഞാൻ എന്ന് അദ്ദേഹം എന്ന് വിചാരിച്ചിട്ടില്ല ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇപ്പോൾ പ്രശസ്തിയുടെ ഒരു നല്ലൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും വളരെ ലാളിത്യത്തോടു കൂടി മറ്റേ മുതിർന്ന ആളുകളോട്, ഗുരുനാഥന്മാരോട്, ബഹുമാനിക്കേണ്ട ആളുകളോടൊക്കെ നല്ല ബഹുമാനം പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ചവിട്ടുപടികളും ഓരോ ഘട്ടവും കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മേളകളയുടെ ഒപ്പം തന്നെ പഞ്ചവാദ്യത്തെ രംഗത്തും പ്രഗത്ഭനായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. പഞ്ചവാദ്യത്തിൽ തിമില എന്ന വാദ്യമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സതീശിൻ്റെ മേളം എന്ന് പറഞ്ഞാൽ ആസ്വാദകർക്കനുസരിച്ചുള്ള ഒരു മേളമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ പലരും മേളത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം സതീശിൻ്റെ ഒരു മേളത്തിൻ്റെ രീതിയാണ്. शिव शिव शिवय ओम शिव शिव शिवय ओम भय बादल चुको शिव 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 മക്കള് രണ്ടുപേരല്ലേ? അവരുടെ ഒരു താല്പര്യം എന്താ? അവർക്ക് ശരിക്കും പറഞ്ഞാൽ പേര് യദുകൃഷ്ണൻ എന്നാണ് പേര്. ഞാൻ പറയാം. മറ്റേ മോഹനസ്മാരാർ അറിയപ്പെടുന്നു. കുട്ടികൾ അവര് വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് സംഗീതത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം അരങ്ങേറ്റം കഴിഞ്ഞാൽ അത് അത്യാവശ്യം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഥകളി സംഗീതം. നന്നായിട്ട് അത് സ്കൂൾ തലത്തിലൊക്കെ മത്സരിച്ച് സമ്മാനമൊക്കെ നേടിയിട്ടുണ്ട്. അതിന് പക്ഷേ പല യദുവിൻ്റെ കഥകളി സംഗീതം കേട്ടിട്ട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യദു കഥകളി സംഗീതം പഠിക്കാൻ ഏറ്റവും നല്ലത് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു മോഹം, അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ നിറവേറ്റണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ അവനോട് കുട്ടികളെ അഷ്ടപതി പഠിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടി എൻ്റെ ചെറിയ മടമോൻ ശങ്കരനാരായണൻ പെരുവഞ്ചൻ അയാളുടെ അടുത്തേക്ക് വിട്ടു. അയാൾ പഠിപ്പിച്ച് 2 പേര് അഷ്ടപതി പാടുണ്ട്. ചെണ്ടയിൽ ഉണ്ട്. ചണ്ട ഏത് തായ്പ ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചാരിയുടെ ഒരു അത് പറ്റും. പഞ്ചാരി കൂട്ടും, 5 കാലം കൂട്ടും, പാണ്ടി കൂട്ടും. അപ്പോൾ കലയോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കുട്ടികൾക്ക്. 2 പേരും. ഇപ്പോൾ അതുപോലെ തന്നെ മോഹനും ശാസ്ത്രീയ സംഗീതം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ അരങ്ങേറ്റം ആയിട്ടില്ല. അച്ഛൻ തന്നെ പഠിപ്പിച്ചിരുന്നവരൊക്കെ പിന്നെ ഉയർന്ന് പഠിക്കാൻ തോന്നി ഓരോരുത്തരടുക്കെ പോയി പഠിച്ചു. പല കുഞ്ഞുട്ടന്മാരടുക്കെ കൗരവർത്തപ്പന്മാരടുക്കെ കുറേ ആളുകളുടെ അടുക്ക് പഠിച്ചിട്ടുണ്ട്.
പരിപാടിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും 2 നേരവും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം അകന്ന് നിന്നാലും ഒഴിവ് കിട്ടുമ്പോൾ ഒക്കെ വരും ചെയ്യും. എപ്പോഴും വിളിക്കാറുമുണ്ട്. അച്ഛൻ വീട്ടിലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കെങ്കിലും മേളത്തിനൊക്കെ നിൽക്കുമ്പോൾ ആൾ ഭയങ്കര സീരിയസ് ആണ്. മേളം കഴിഞ്ഞ് വന്നാൽ അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഭയങ്കര കമ്പനിയാണ്. ഒരു അച്ഛനും മകനും എന്നുള്ളൊരു ബന്ധത്തിലുപരി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അത്. ഞാനും അത് അച്ഛനും ഞാൻ മോഹൻ എന്നുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കൊട്ട് പഠിപ്പിക്കാൻ അച്ഛൻ്റെ ഒപ്പം എനിക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല. എന്താ വെച്ചാൽ ഒരു വട്ടം കാണിച്ചു തരുള്ളൂ, അത് കൊട്ടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കോലെടുത്ത് തല്ലും. അപ്പം ഞാൻ കോല് വെച്ച് ഞാൻ പോയി കിടക്കും, കരയും. അത് ഞാൻ അച്ഛൻ വന്ന് കൊട്ടാൻ വിളിക്കും. അപ്പം ഞാൻ പറയും ഞാൻ പഠിക്കില്ല, ഞാൻ അമ്മാൻ്റെ അടുത്ത് പോയി പഠിച്ചോളാം എന്നറിയും. എന്നിട്ട് വീണ്ടും മുമ്പേ കൊടുത്ത് വീണ്ടും പഠിക്കായിരിക്കും. എന്നിട്ട് വീണ്ടും പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും പോയി കിടക്കും. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അമ്മാവൻ്റെ അടുത്ത് പഠിച്ചേ. സതീശൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഞാൻ. ഏട്ടൻ്റെ പേര് രാംകുമാർ എന്നാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് അഹമ്മദാബാദിലാണ്. അപ്പം എല്ലാ പൂരങ്ങളും അല്ലെങ്കിൽ എല്ലാ മേളങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും മേളങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സതീശനെ വിളിച്ചൊരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെ എൻജോയ് ചെയ്തു, എത്ര ആൾക്കാർ, ഒത്തിരി തിരക്കുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. ശരിക്കും ഞങ്ങൾക്കത് മിസ് ചെയ്യുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്, പ്രത്യേകിച്ച് മാറാട്ടുപുഴ പൂരം. ഏറ്റവും അടുപ്പം നമ്മുടെ ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കല, നമ്മുടെ നാട്, ഇതൊക്കെ അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു അനുഭവമാണ്. എൻ്റെ ഇന്നത്തെ ഈ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ വേറെ ഒന്നുമല്ല. എനിക്ക് എൻ്റെ കഴിവല്ല, പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാരും എൻ്റെ നാട്ടുകാരും ഞാൻ കലയോട് അധികം സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഉയർച്ച കിട്ടിയത്. ഈശ്വരാനുഗ്രഹം നല്ലോണം. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റും ഇങ്ങനെ പല അനുഭവങ്ങളും. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ നിലയിലെത്തിയത്. മതികലമൂടി തന്നിൽ മേവിന മാതങ്കാർ മൂകനാഗഭൂഷണ മതി തന്നിൽ നീനച്ചൻപിൽ നിൻ പദം ഇതകനിവോടെ പൂക്കുന്നേൻ ജയ മതികലമൂടി തന്നിൽ മേവിന മാതങ്കാർ മൂകനാഗഭൂഷണ മതി തന്നിൽ നീനച്ചൻപിൽ നിൻ പദം ഇതകനിവോടെ പൂക്കുന്നേൻ ജയ സരസിജ പൂവിൻ സന്തതം സരസമായി സ്തുതിച്ചൻപിൽ മേവിന സരസ്വതി ദേവി നിൻ പദാംബുജം സ്വരരീതി വരുവാൻ വണങ്ങുന്നേൻ ജയ നാട്ടിലായാലും പ്രധാനപ്പെട്ട ഉത്സവവേദികളിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും വിദേശത്തായാലും എവിടെ പോകുമ്പോഴും സതീശനെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, എനിക്ക് സതീശനുണ്ടായ ഗുണമുണ്ട്. അതേസമയം
പെരുവനത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അടുത്ത തലമുറ സതീശനിൽ ഞാൻ കാണുന്നു. എൻ്റെ ആശാനും എൻ്റെ അമ്മാവനായിട്ടുള്ള ഓരോരോ അപ്പുമാരാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിയമം എന്തായിക്കോട്ടെ, 16 കലാശെന്നോ 12 കലാശെന്നോ 28 കലാശം, നിയമം എന്തായാലും ചെണ്ടയും കൊമ്പും കുഴലും താളവും സമന്വയിപ്പിച്ച് ഒരു മേളം ആയി എന്ന് തോന്നിയാൽ നിർത്തണം. അല്ലെങ്കിൽ അത് മേളത്തിൻ്റെ വഴിയിൽ നിന്ന് മാറും. അത് തന്നെയാണ് എനിക്ക് ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നുമില്ലെങ്കിലും സതീശനോട് അച്ഛനും അമ്മാവന്മാരും അനുവർത്തിച്ചു പോകുന്ന മേള രീതിയെ ഈ കാലഘട്ടത്തിലെ ചെണ്ടേമ കോലി വീഴുമ്പോഴേക്കും തുള്ളുന്ന ആസ്വാദകർക്ക് വേണ്ടി പകരരുത്. സതീശനായിട്ട് നിലനിൽക്കണമെങ്കിൽ അത് അനുവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാരതപ്പുഴയ്ക്ക് വടക്ക് കൊട്ടിക്കയറിയ തായമ്പക സംസ്കാരത്തിനും ചാലക്കുടി പുഴയ്ക്ക് തെക്ക് ഉടലെടുത്ത പഞ്ചവാദ്യകലയ്ക്കും ഒപ്പം ഈ രണ്ട് പുഴകൾക്കും ഇടയിൽ നിറഞ്ഞു തുളുമ്പിയ മേള സംസ്കാരത്തിന്റെ അനന്തരാവകാശിയും പെരുവനത്തിന്റെ സന്തതിയാണ്. പഞ്ചാരി മേളത്തിന് പ്രൗഢിയേകി തിളങ്ങി നിൽക്കുന്ന മേളകലാനിധി പ്രിയപ്പെട്ട പെരുവനം സതീശന്മാരാണ്. ചന്ദന ചർച്ചിത നീലകളേബര പീതവസന വനമാലി ചന്ദന ചർച്ചിത നീലകളേബര പീതവസന വനമാലി കേളിചലൻ മണി കുണ്ടല മണ്ഡല
പണ്ഡിത കേളിചലൻ മണി കുണ്ടല മണ്ഡിത ഖണ്ഡയുഗ സ്മിതശാലി